ഹായ്. ഇപ്പോൾ നല്ല മാങ്ങ സീസണൊക്കെ ആയിക്കൊണ്ട് വരികയാണ് അല്ലേ. നല്ല പച്ചമാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പഴുത്ത മാങ്ങയൊക്കെ കുറേശ്ശെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ചൂട് സമയമാണ്. അപ്പം നമുക്ക് പച്ചമാങ്ങ വച്ചിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാവേ. അപ്പോൾ പച്ചമാങ്ങ ഞാൻ ഇതുവരെ വെച്ചിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയില്ല. അപ്പം നമുക്ക് പച്ചമാങ്ങ ഡ്രിങ്ക് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പച്ചമാങ്ങ നല്ല പീസാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് എന്താ വേണ്ട, പിന്നെ ഈ മാങ്ങ പീസാക്കി ഒരു മാങ്ങ എടുക്കാം. 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുക്കാം. പിന്നെ ഞാൻ സോഡ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയതും പഞ്ചസാര, പുതിനയില വേണേ 2-3 പുതിനയിലയും, പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഇഞ്ചി പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നമുക്കത് കുടിക്കാം ഡ്രിങ്ക്. അപ്പം ചൂട് സമയത്ത് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. നല്ല ചൂടത്തു നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ അടിച്ച് കുടിച്ചാൽ, എരിക്ക് വേണമെങ്കിൽ നമുക്കൊരു ശകലം ഒരു മുളക്, പച്ചമുളക്, അധികം എരിയില്ലാത്തൊരു മുളകിൻ്റെ പകുതി ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, വാ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമാങ്ങ ഒരെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 പീസ് ഇഞ്ചി, പഞ്ചസാര, പിന്നെ ഞാൻ സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ പുതിനയില, പച്ചമുളക്, ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങയെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പച്ചമാങ്ങ ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, പുതിനയില ഇട്ടു. ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കണം. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം, മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന്. ഇനി നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കാം. ഞാൻ കുറച്ച് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമാങ്ങ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പച്ചമാങ്ങ ഡ്രിങ്ക് ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഒരു സമയത്ത് നല്ലപോലെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ.